ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 20ാമത്തെ ദിവസത്തിൽ പച്ച മനുഷ്യനാവാൻ കഴിയും. ബി ഹ്യൂമൻ ആൻഡ് ബി ഹോളി. മനോഹരമാണ്. ഒരു നല്ല മനുഷ്യനായാൽ വിശുദ്ധനായി തീർന്നു. വിശുദ്ധി അങ്ങനെ പോലും വ്യാഖ്യാനിക്കാറില്ലേ? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക. സുന്ദരമാണ്. എനിക്കും നിങ്ങൾക്കും ഈ ഉണ്ണീശോ പിറവിയുടെ ഒരുക്കത്തിൻ്റെ ഈ അവസാനത്തോടെടുക്കുമ്പം ഇത് സാധിക്കും. നമ്മുടെ വികാരങ്ങളെ കുറേയും കൂടെ സ്വാഭാവികമായിട്ട് വെളിപ്പെടുത്താൻ, അതിനെ അപരൻ്റെ ജീവിതത്തിന് പരിക്കില്ലാതെ കൈകാര്യം ചെയ്യാൻ. അതോടാവട്ടെ. ദേഷ്യം വന്നാൽ അപകടകാരിയാണെന്നും വികാരവിക്ഷോഭങ്ങൾ എന്നെ അപകടപ്പെടുത്തുമെന്നൊക്കെ പറയുന്ന ആ ഒരു കുറുക്കുവഴിയുടെ എളുപ്പവഴിയുടെ മാർഗങ്ങളല്ല, മറിച്ച് കുറേ കൂടെ സ്വാഭാവികതയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ചിലപ്പോഴൊക്കെ ആളുകൾ ചോദിക്കാറില്ലേ, നീയൊക്കെ മനുഷ്യനാണ്. സംസാരം വഴിയും നിലപാട് വഴിയുമൊക്കെ മനുഷ്യന് ചേരാത്ത വിധം ചില വ്യക്തികൾ മാറുമ്പോൾ അറിയാതെ ചോദിച്ചു പോകുന്നൊരു ചോദ്യമാണ്. തെല്ലൊന്ന് പച്ച മനുഷ്യൻ്റെ മനസ്സോടുകൂടെ എന്തിനേയും ഏതിനേയും സമീപിക്കാൻ സാധിച്ചാൽ ജീവിതം വിസ്മയം തീർക്കുന്നതായി മാറും. 2 കുടങ്ങളുടെ കഥയുണ്ടല്ലോ. ഒന്ന് പൊട്ടിയ കുടവും മറ്റൊന്ന് പൊട്ടാത്ത കുടവും. കൃഷിക്കാരൻ തോളത്തൊരു കോലിൽ ഈ പൊട്ടിയ കുടത്തിലും പൊട്ടാത്ത കുടത്തിലും വെള്ളവുമായിട്ട് എന്നും കൃഷി സ്ഥലത്തേക്ക് പോകും. പൊട്ടിയ കുടത്തിലെ വെള്ളം കാര്യമായിട്ടൊന്നും അതിൽ ശേഷിക്കാറില്ല. പൊട്ടാത്ത കുടത്തിലെ വെള്ളം കൊണ്ട് കൃഷി സ്ഥലങ്ങൾ നനയ്ക്കും. കുടം തന്നെ കൃഷിക്കാരനോട് ചോദിച്ചു, ഈ പൊട്ടിയ എന്നെ എന്തിനാ വെറുതെ ചുമക്കണേ, കാലം തെളിയിക്കുമെന്ന് പറഞ്ഞ്. പിന്നീട് അല്പനാൾ കഴിയുമ്പം കർഷകൻ കാണുന്ന മനോഹരമായൊരു കാഴ്ചയുണ്ട്. ഈ പൊട്ടിയ കുടം വഴിയിലൂടെ കടന്നുപോയിടങ്ങളിൽ വെള്ളം വീണെടുത്തൊക്കെ വിത്തുകൾ മുളച്ച് മനോഹരമായിട്ട് ചെടികളും അതിൽ പൂക്കളുമൊക്കെ രൂപപ്പെട്ട് കഴിയുമ്പോൾ ആ മഹാസത്യം കർഷകൻ പറയാണ്. ഇങ്ങനെയും ചില ഇടപെടലുകൾ പ്രകൃതിയോട്, ജീവിതങ്ങളോട്, പച്ച മനുഷ്യൻ്റെ തുറവയോടുകൂടെ സമീപിക്കാൻ നമുക്കാവട്ടെ. ഉണ്ണീശോ നമുക്കായിട്ട് ഈ സഹായം, കൃപ നേടിത്തരട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.